നമ്മളിപ്പോൾ കടന്നു പോകുന്ന വർഷമെന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. രാഷ്ട്രീയ സ്വയം സേവക് എന്ന RSS എന്ന സംഘം, ആ സംഘത്തിൻ്റെ കൂടെ പ്രചാരകനായി ഒരുപാട് നാൾ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് താങ്കൾ. ഇത് ഇപ്പോഴും പലർക്കും മനസ്സിലാവാത്ത ഒരു സംഗതിയാണ് എന്താണ് ഈ പ്രചാരക് എന്ന് പറയുന്നത്. കാരണം ഈ പേരെല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താണെന്നൊന്നും ആൾക്കാർക്ക് ഇങ്ങനെ അറിഞ്ഞുകൂടാ. അല്ല, പ്രചാരകൻ എന്ന് വെച്ചാൽ പ്രചരിപ്പിക്കുന്ന ആളെന്ന് അർത്ഥമേ ഉള്ളൂ. പക്ഷേ സംഘത്തിൽ പ്രചാരക എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, ഒരു ടെക്നിക്കൽ പദമാണ്. അതായത് സംഘ ആദർശത്താൽ പ്രേരിതരായി പൂർണ്ണ സമയവും സംഘകാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹ കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ രാഷ്ട്രകാര്യത്തിന് വേണ്ടി എന്ന് നമ്മൾ വിശാലമായി പറഞ്ഞാൽ വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് പ്രചാരകന്മാരെന്ന സംഘത്തിൽ പറയുന്നത്. അവർ വീട് വിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതായത് ഗൃഹസ്ഥാശ്രമം ഇല്ല. പ്രചാരകന്മാർ ആദ്യകാലത്ത് അപൂർവമായി ചില ഗൃഹസ്ഥന്മാർ പ്രചാരകന്മാരായി വന്നിട്ടുണ്ട്. ഇപ്പോഴും വാനപ്രസ്ഥർ ആയിട്ടുള്ള ആളുകൾ റിട്ടയറിയൊക്കെ ചെയ്ത് ഫുൾ ടൈമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രചാരക ശ്രേണി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ പരമേശ്വർജി 1950 കേരള സർവകലാശാലയിൽ നിന്ന് BA ഓണേഴ്സ് ഹിസ്റ്ററി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. പാസ്സായതിനു ശേഷം അദ്ദേഹം 50 ഈ പൂർണ്ണസമയ പ്രവർത്തകനായി മാറിയതാണ്. ഏതാണ്ട് 2020 അന്തരിക്കുന്നത് വരെ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ മൗലികമായ ഐഡൻറ്റിറ്റി. ബാക്കിയെല്ലാം അതിൻ്റെ മുകളിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രചാരക ശൃംഖല ഉണ്ട്. വലിയ സംഖ്യയൊന്നുമില്ല, എന്നാലും അഖില ഭാരത തലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അത് അവർ സംഘത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അപ്പോഴും സംഘം വളരെ വലിയ ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷേ എന്നാൽ സംഘടനയുടേതായ ഒരു ചട്ടക്കൂട് എന്താണെന്ന് വാസ്തവത്തിൽ ഇപ്പോഴും പൊതുജനങ്ങൾക്ക് വലിയൊരു വ്യക്തത, ഒരു തരം രഹസ്യാത്മകത ആ കാര്യത്തിലുണ്ട്. രഹസ്യാത്മകതയൊന്നുമില്ല അതിൽ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സംഘം അങ്ങനെ പ്രചരണത്തിൽ വിശ്വസിക്കുന്നൊരു പ്രസ്ഥാനമല്ല. ആരംഭകാലം മുതലേ അങ്ങനെയാണ്. പിന്നീട് സംഘത്തിൽ ഏതാണ്ട് 1994 കാലം മുതൽ പ്രചാർ വിഭാഗ് തന്നെയുണ്ട്. അപ്പോൾ അവിടെയും എന്ത് പറയും, അവിടെ വ്യക്തികളുടെ പ്രചാരണം പാടില്ല, പരിപാടികളുടെ പ്രചാരണമാകാം, നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രചരണമാകാം. അപ്പോൾ ഈ പ്രചരണത്തോടൊരു വിമുഖത ഉള്ള സംഘടനയാണ് സംഘം. അതാദ്യം വരും. കാരണം പബ്ലിസിറ്റി വേണ്ട തീരുമാനിച്ചല്ല. കാരണം സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല. ഒരു സർഗാത്മകമായ പ്രവർത്തനമാണ്. അതൊരു എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ്, ഇൻഫോർമൽ എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ്. അപ്പോൾ അതിന് എന്താണ് വേണ്ടത്? ഇപ്പോൾ ക്ലാസ് മുറി, അവിടെ കുട്ടികൾ, അധ്യാപകൻ ഇല്ലേ, അവർക്ക് സഹായമായ ഉപകരണങ്ങൾ, ഇത്രയേ അവിടെ ആവശ്യമുള്ളൂ. അതിനെന്തിനാ പ്രചരണം? നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ടായാൽ മതി. പ്രചരണം എന്ന് പറയുന്നത് ഇപ്പോൾ രാഷ്ട്രീയ പ്രചരണം വരണം. കാരണം ബഹുജനാഭിപ്രായം രൂപപ്പെടുത്തുകയാണ്. അവർക്ക് അനുകൂലമായോ പ്രതികൂലമായോ ബഹുജനാഭിപ്രായം രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അവർ പ്രചരണത്തിന് മുൻതൂക്കം കൊടുക്കും. സംഘത്തിൻ്റെ പ്രവർത്തനം അതല്ല. സംഘത്തിൻ്റെ മൗലിക പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യനിർമ്മാണം ആണ്, സ്വഭാവ രൂപീകരണമാണ്, അല്ലെങ്കിൽ വ്യക്തിത്വ രൂപീകരണമാണ്. അതാണ് സംഘത്തിൻ്റെ ശാഖകളിൽ നടക്കുന്ന 1 മണിക്കൂർ കാര്യപദ്ധതിയിലൂടെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ സംഘമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാറുണ്ട് ശാഖയാണ്, 1 മണിക്കൂർ ശാഖ. അത് ദൈനംദിനം നടക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ 1 മണിക്കൂർ ശാഖ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യക്രമങ്ങളുണ്ട്. ആ 1 മണിക്കൂർ എന്ന് പറയുന്നത് വിശ്രമമില്ലാതെ വ്യത്യസ്തമായ കാര്യക്രമങ്ങളുടെ ഒരു ചേരുവയാണ്. അപ്പോൾ ആ ചേരുവയിലൂടെ ആളുകൾ അതിലൂടെ ഒരു സാധന പോലെ അതിലൂടെ കടന്നു പോകുമ്പോൾ സംഘം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്ര അഭിമാനമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, അച്ചടക്കമുള്ള ഒരു വ്യക്തി രൂപപ്പെടുന്നു.
അതിപ്പോൾ 100 വർഷം കൊണ്ട് സംഘത്തിൻ്റെ ശാഖ അതൊരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യപദ്ധതിയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. സാധാരണ ഒരു ഗ്രാമീണ ബാലനെ പോലും കഴിവുറ്റ അയാളുടെ തലത്തിലൊരു ലീഡറാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണത്. അതാണ് സംഘത്തിൻ്റെ മൗലിക പ്രവർത്തനം.